ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി വമൻ സലക മസ്ലകഹു വദഅ ബിദഅവതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പരിപാടിയിൽ സന്നിഹിതരാകാനെത്തിയ പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, സഹോദരങ്ങളെ, സർവശക്തൻ നമ്മുടെ ഈ സംരംഭം ഒരു അനുഗ്രഹീത സംഗമമാക്കുമാറാകട്ടെ. ആമേനെന്ന് ആശംസിക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആൻ ഇറക്കിയത് മാനുഷികത്തിന് വേണ്ടി, ഹാദാ ബലാഗുൽ ലിന്നാസ്, സകല മനുഷ്യർക്കുമുള്ള സന്ദേശമാണ് ഖുർആൻ. ദേശഭാഷ വർഗവർണ്ണ വ്യത്യാസമന്യേ മനുഷ്യനാണോ അയാൾക്കുള്ളതാണ് ഖുർആൻ. ഇന്നാ അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ജനങ്ങൾക്ക് വേണ്ടി അവതീർണമായതാണ് ഈ ഖുർആൻ. അത് തങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഇന്നാ അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങളിലേക്ക് അവതീർണമായ ഈ ഗ്രന്ഥം ജനങ്ങൾക്ക് താങ്കൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് താങ്കൾക്ക് നമ്മൾ ഇറക്കി തന്നിട്ടുള്ളത്. അത് വിശദീകരിച്ചു കൊടുക്കണമെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാവണമല്ലോ. അതൊരു ലളിത യാഥാർത്ഥ്യം. മാത്രമല്ല, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു തൻ്റെ നാട്ടുകാരായ പേർഷ്യക്കാർക്ക് ഖുർആൻ പേർഷ്യൻ ഭാഷയിൽ പ്രതിപാദിച്ച് വിശദീകരിച്ചു കൊടുത്തിരുന്നു എന്നത് പ്രമാണമാക്കി വിവിധ ഇമാമിയങ്ങൾ, മതപണ്ഡിതന്മാർ, മദ്ഹബിൻ്റെ സാരഥികൾ ഗ്രന്ഥരചനകൾ നടത്തുകയും മസ്അലകൾ ആവിഷ്കരിച്ചെടുക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, ഇന്ന് ഏറെക്കുറെ മനുഷ്യൻ ഭൂമിയിൽ സംസാരിക്കുന്ന എല്ലാ ഭാഷയിലും ഖുർആൻ ഉണ്ട് എന്ന് പറയാം. ഖുർആനിലെ വിവർത്തനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന മാത്രം. ഇസ്ലാമിനെയും ഖുർആനെയും വിമർശിക്കാൻ വേണ്ടി മാത്രം ഖുർആൻ പഠിച്ചവരുണ്ട്, പിന്നെ മറിച്ചുള്ളവരുണ്ട്. ഇസ്ലാമിനെ പറ്റി അറിയായികയാണ് ഏത് പ്രതിലോമകാരിയും ഏത് വിരുദ്ധാശയക്കാരനും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണെങ്കിലും. ഗാന്ധിജിയുടെ ഘാതകൻ ഗോഡ്സെൻ്റെ ഫുള്ളെന്താ? നാഥുറാം ഗോഡ്സെ, നാഥുറാം വിനായക് ഗോഡ്സെ. അയാൾക്ക് ഗാന്ധിജിയോട് വ്യക്തിപരമായി വലിയ വിദ്വേഷം ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 വധശ്രമങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ഗാന്ധിജി പറഞ്ഞു, അദ്ദേഹത്തോട് എൻ്റെ കൂടെ ഒരു 2 ആഴ്ച ആശ്രമത്തിൽ താമസിക്കാൻ പറയണം, അതിന് ഏർപ്പാട് ചെയ്യണം. അപ്പം എൻ്റെ ജീവിതം അയാൾക്ക് നേർക്ക് നേരെ കാണാൻ കഴിയുമെന്ന ഒരു പോസിറ്റീവ് ഗുണവശമാണ് ഗാന്ധിജി അതിൽ കണ്ടത്. ഈ ഒരു സംഭവം ഒരു 4 ആഴ്ച മുമ്പ് ദാറുൽ ഹുദയിൽ വന്നപ്പോൾ, എന്തായാലും പേര് രാഹുൽ ഈശ്വർ പറഞ്ഞു, പുസ്തകങ്ങളിലൊക്കെ കണ്ടത്. അപ്പം രാഹുൽ ഈശ്വർ കേൾക്കാൻ ഞാൻ തൊട്ട് പിന്നിൽ എൻ്റെ സംസാരം. ഞാൻ പറഞ്ഞു, ഈ ആശയം 1500 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്കൊരാളോട് ശത്രുതയുണ്ടോ അയാളുടെ ജീവിതം കൃത്യമായി മനസ്സിലാക്കിയാൽ ശത്രുത നീങ്ങിപ്പോകും. അതിന് തെളിവും ഞാൻ പറഞ്ഞു. ബനു ഹനീഫ ഗോത്രത്തിലെ സുമാമത്ത് ബിൻ ഉസാൽ വലിയ ധനികനായ സമ്പന്നനായ നാട്ടുരാജാവായിരുന്നു. മക്കയിൽ നിന്ന് കുറേ, മദീനയിൽ നിന്ന് കുറേ ദൂരെയാണ്. ഒരിക്കൽ സ്വഹാബികൾ അദ്ദേഹത്തെ അവരുടെ യാത്രക്കിടയിൽ പിടിച്ച് ബന്ധനസ്ഥനാക്കി ഒരു ദണ്ടിന്മേൽ കെട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഒരു മനുഷ്യനെ
ഏറ്റാൻ കഴിയില്ല. ചിലപ്പോൾ തടിയാനാണെങ്കിൽ പ്രത്യേകിച്ച് ആ കാലത്ത് അങ്ങനെയുള്ളൂ. കൊണ്ടുവന്ന് നബിയുടെ മുന്നിൽ വെച്ച് ഇയാൾ കൊല്ലപ്പെടുന്നത് കണ്ട് ആസ്വദിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശ്യം. നബി അയാളെ കൊന്നതൊന്നുമില്ല. നബി പറഞ്ഞു അയാളെ മദീനയിലൊരു പള്ളിയുടെ ഒരു തൂണ് കാണിച്ചു കൊടുത്തിട്ട് ആ തൂണിൽ ബന്ധിച്ചിടാൻ പറഞ്ഞു, ബന്ധിതനാക്കാൻ പറഞ്ഞു. ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, ഭക്ഷണം, മറ്റ് സൗകര്യങ്ങൾ. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നബി ചോദിച്ചു, എന്തൊക്കെയാ സുമാമ, എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല, ഞാൻ തന്നെയാണ്, നിങ്ങളുമായുള്ള കാഴ്ചപ്പാടിൽ എനിക്ക് വ്യത്യാസമൊന്നുമില്ല. നിങ്ങളെന്നെ കൊന്നാൽ എൻ്റെ പ്രതികാരം ചോദിക്കാൻ ആൾ വരും. അതിൽ നിങ്ങളെന്നെ വിട്ടയച്ചാലോ വളരെ കൃതജ്ഞനായ ഒരാളാണ് നിങ്ങൾ വിട്ടയക്കുക. 1-ാം ദിവസം, 2-ാം ദിവസം രാവിലെ അതേ ചോദ്യം ചോദിച്ചു, 3-ാം ദിവസം അതേ ചോദ്യം ചോദിച്ചു. 72 മണിക്കൂർ മദീന പള്ളിയിൽ രാത്രിയും പകലും നടന്നിരുന്ന ചലനങ്ങളും നിശ്ചലാവസ്ഥകളും മറ്റു കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ഇയാളിങ്ങനെ കണ്ട് മനസ്സിലാക്കി. 3 ദിവസമായപ്പോൾ നബി പറഞ്ഞു വിട്ടയച്ചേക്കുന്നു. ഇത് അനേകം കിലോമീറ്റർ അപ്പുറം നിന്ന് കെട്ടിവലിച്ച് കൊണ്ടുവന്ന സഹാബികളെ നിശേഷം ഭഗ്നാശരാക്കിയിട്ട് വിട്ടയക്കാൻ പറഞ്ഞു. സുമാമ ചെയ്തതെന്താ? മദീനയുള്ളൂ, മദീനയിൽ ഈത്തപ്പനത്തോട്ടങ്ങളുടെ നാടാ. ഓരോ ഈത്തപ്പനത്തോട്ടത്തിലും ജലാശയം ഉണ്ടാവും, കുളം അല്ലെങ്കിൽ കിണർ. അടുത്തുള്ളൊരു ഈത്തപ്പനത്തോട്ടത്തിൽ പോയി കുളിച്ച് വൃത്തിയായി നബിൻ്റെ അടുത്ത് വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ് 72 മണിക്കൂറിനുള്ളിൽ പ്രതിഫലിച്ച ഇഞ്ചക്ഷൻ എന്താ? നബിയെ ഇയാൾ 72 മണിക്കൂർ നിരീക്ഷിച്ചു എന്നുള്ളത്. പിന്നെ നബിയുടെ അനുയായികൾ, അവർ നബിയുമായുള്ള ഇടപഴക്കങ്ങൾ, നബി അവർക്ക് നൽകുന്ന ഉപദേശങ്ങൾ, നബിയിൽ നിന്ന് അവർ സ്വീകരിക്കുന്ന സ്വീകാരങ്ങൾ, ആശയങ്ങൾ, വാക്കുകൾ, രീതികൾ, ശൈലികൾ, സ്വഭാവങ്ങൾ ഒക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായി ദുനിയാവിൽ ആരെല്ലാം ഉണ്ടോ അവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് അജ്ഞരാണ്. അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് 1500 കൊല്ലം മുമ്പ്. നിങ്ങളിൽ ആരുടെയെങ്കിലും അടുത്ത് ഒരു അമുസ്ലിം അഭയം തേടിയാൽ, അഥവാ ഒരു ബഹുദൈവ വിശ്വാസി അല്ലെങ്കിൽ ഒരു കാഫിർ അഭയം തേടിയാൽ അവൻ അഭയം നൽകണം. അഭയം തേടിയാൽ ഈ ഇസ്ലാമോഫിയ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളൊക്കെ പറയല് പച്ചയായിട്ട് അമുസ്ലിങ്ങളെ കൊല്ലാൻ കൽപ്പിച്ച ഖുർആൻ സൂക്തമുണ്ട് ഖുർആനിൽ നിന്നാണല്ലോ. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, എവിടെ വെച്ചാണോ നിങ്ങൾ അവരെ കാണുന്നത് അവിടെ വെച്ച് അവരെ കൊല്ലണം. ഇത് എപ്പോഴാ പറഞ്ഞത്? അതിൻ്റെ പശ്ചാത്തലം എന്താ, അതിൻ്റെ മുന്നിലെന്താ, പിന്നിലെന്താ, അതൊന്നും അവർ നോക്കൂല. അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇതിന് കട്ട് ചെയ്തെടുക്കുക. അത് ഖുർആനിലുണ്ട്. ആ ഖുർആൻ്റെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വചനവും. ഇനിസ്തജാറക അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. ചുരുക്കത്തിൽ അതിൻ്റെ അവസാനമുണ്ട് ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ. ഇസ്ലാമിനെ കുറിച്ച് അവർക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് അവർ ആ നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞത് യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ്. യുദ്ധഭൂമിയിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇന്നും അമേരിക്കയും ഇസ്രായേലൊക്കെ ചെയ്യണം അങ്ങനെ തന്നെയാണ്. പറയുമ്പോൾ യുദ്ധത്തിനൊരു ന്യായീകരണം ഇല്ലതാണ്, എന്നിട്ടും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ഈ ആയത്തിൽ പറഞ്ഞ പിന്നെ അയാൾ എന്നെ കൊയിലാണ്ടിയിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്ത് അവിടെ കൊണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ വണ്ടിക്ക് പൈസ ഇല്ലാത്ത ആളാണെങ്കിൽ അയാളെ കൂട്ടിയിട്ട് കാരാത്തോട്ട് ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് മലപ്പുറത്തേക്ക് ബസ് കയറി, പിന്നെ കോഴിക്കോട്ടേക്ക് ബസ് കയറി, കൊയിലാണ്ടിയിൽ ബസ് കയറ്റി അവിടെ കൊണ്ട് ഇറക്കി കൊടുക്കണം. ഫഅജിർഹു, അവൻ അഭയം നൽകണം. ഹത്താ യസ്മഅ കലാമല്ലാഹ് സുമ്മ അബ്ലിഗ്ഹു മഅ്മനഹു, പിന്നെ അയാളെ സുരക്ഷാ സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കും. ഇതും ഈ ഖുർആനിലുണ്ട്, ഇതേ പേജിലുണ്ട് ഈ ആയത്ത്. അത് അവർ കാണൂല. ഞാൻ പറഞ്ഞു വരുന്നത് അൽഹംദുലില്ലാഹ് ഈ ഇസ്ലാമോഫോബിയ രോഗം തീർക്കാൻ
വളരെയേറെ സഹായകമായ ഒരു ഗ്രന്ഥത്തിൻ്റെ ഉടമ കൂടിയാണ് നമ്മുടെ സജീവൻ സാഹിബ്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. അതിൽ പറഞ്ഞ പ്രശംസകൾക്കൊന്നും ഞാൻ അർഹനല്ലെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കപ്പെട്ടാൽ ആളുകളുടെ ശത്രുത കുറഞ്ഞ് ലഘൂകൃതമായി ഇല്ലാതെയാവും, നിശ്ശേഷമില്ലാതെയാവും. നിശ്ശേഷം ഇല്ലാതായാലോ ഇപ്പോൾ ഈ സുമാമയുടെ കാര്യത്തിൽ. അതുവരെ അയാളുടെ വിജ്ഞാപനം നാട്ടുരാജാവാണ്. ഉത്തരവുണ്ടായത് മക്കയിലേക്കോ മദീനയിലേക്കോ അയാളുടെ നാട്ടിൽ ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ടായി, ധാന്യങ്ങൾ, മറ്റേ പഴങ്ങൾ, പച്ചക്കറികൾ, ഒന്നും അവർക്ക് കയറ്റി അയക്കരുതെന്നായിരുന്നു അന്ത്യശ്വാസം. മുഹമ്മദിൻ്റെ നാട്ടിലേക്ക് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു വിഭവവും കയറ്റിയേക്കാൻ പാടില്ല. പിന്നെ നേരെ മറിച്ചാണ് വിളംബരം വന്നത്. ചുരുക്കത്തിൽ അൽഹംദുലില്ലാ ഞാൻ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ പരിഭാഷ, അതിൻ്റെ ഭാഷാന്തരം എന്ന് പറഞ്ഞാൽ അത് അമുസ്ലിങ്ങളിലേക്ക് വിശിഷ്യ എത്തിക്കണം. നമ്മുടെ ഖുർആൻ പരിഭാഷ ധാരാളം മുസ്ലിങ്ങളിലേക്ക് കൊടുത്തു. അത് അമുസ്ലിം സഹോദരന്മാർ ഏറെ ഫലപ്രദമായിട്ടുണ്ട് എന്നുകൂടി ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കൃതാർത്ഥത. ഒരിക്കലും ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ഖുർആൻ പരിഭാഷ ഒന്നുകൂടി വേണം. എൻ്റെ ഒരു പരിചയക്കാരൻ അല്ല ഒന്നുകൂടി വേണമെന്നാണ്. എൻ്റെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു, ഒന്ന് നിങ്ങൾ തന്നതുണ്ടായിരുന്നു, അത് ഒന്ന് ഞാൻ വാങ്ങിയതുണ്ടായിരുന്നു. അതിവിടെ രാമമാഷ് വന്നു, മുബിര എൻ്റെ ലൈബ്രറിയൊക്കെ പരിശോധിച്ചിട്ട് ആ പരിഭാഷ എടുത്ത് നോക്കിയിട്ട് ഇത് ഞാൻ കൊണ്ടുപോവാണ്, നിങ്ങൾ വേറെ വാങ്ങിക്കോളിയാണ്. കാരണം എൻ്റെ കയ്യിൽ 3-4-5 പരിഭാഷകളുണ്ട്, ഒന്നും വായിച്ചാൽ മനസ്സിലാകില്ല, ഇത് വായിച്ചാൽ മനസ്സിലുണ്ട്, അതുകൊണ്ട് ഞാനത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാ ആ ഖുർആൻ പരിഭാഷ സർവശക്തനായ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ധാരാളം ആളുകൾക്ക് ഫലം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറെ ചാരിതാർത്ഥ്യമുണ്ട്. സർവശക്തനായ അള്ളാഹുവിന് സ്തുതി ഗീതങ്ങൾ, കീർത്തനങ്ങൾ അർപ്പിക്കണം. അപ്പോൾ ഈ ഖുർആൻ പരിഭാഷയുടെ ചരിത്രം, അതിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് പരിഭാഷ എഴുതിയത് എന്നൊക്കെ അതിൻ്റെ ചരിത്രം പറഞ്ഞാൽ കുറേ നീണ്ടു പോകും. ചില ആൾക്കാരൊക്കെ അങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന് കേട്ടു. പല തിരക്കുകളുണ്ടാവും. പണ്ട് കാലത്ത് ഞാൻ ധാരാളം എഴുതിയിരുന്നു. നമ്മളെ വാരികകളിൽ ചിലതിലൊക്കെ ഒരേ ലക്കത്തിൽ 2 ലേഖനം 3 ലേഖനം. ഒരിക്കൽ പത്രത്തിൻ്റെ ആഫീസിൽ ചെന്നപ്പോൾ എഡിറ്റർ പറഞ്ഞു മുഖപ്രസംഗം കിട്ടിയിട്ടില്ല ഈ പത്രത്തിൽ, ഈ ലക്കത്തിലേക്കുള്ള, ഇവിടെ ഇരുന്ന് എഴുതി തരുന്നു. അങ്ങനെ ധാരാളം എഴുതാനുള്ളൊരു അഭിവാഞ്ചയും താല്പര്യവും അതിനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ഈ ജോലി തിരക്കുകൾ വർദ്ധിച്ച് വന്ന് അൽഹംദുലില്ലാ ഇപ്പോഴും വേറെ അനുഗ്രഹീതമായ സംരംഭങ്ങൾ തന്നെയാണ് ഇടപെടുന്നത് എന്നതിൽ സമാശ്വാസമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ പരിഭാഷ ഈ തിരക്കൊക്കെ ആയതിൻ്റെ ശേഷമാണ് എഴുതാൻ തോന്നിയത്. പറഞ്ഞാൽ ഖുർആൻ പരിഭാഷ എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പാരായകന്മാരുടെ മനഃശാസ്ത്രം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവരുടെ ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് കണ്ടിന് മറുപടി പറയേണ്ടതും കാണേണ്ടതുമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ഖുർആൻ പരിഭാഷ അടിസ്ഥാനപരമായി ഈ കോലത്തിൽ രചിക്കാൻ കാരണം ഒന്ന് ആളുകൾക്ക് മനസ്സിലാകണം. രാമമാഷ് പറഞ്ഞ ഖുർആൻ്റെ വചനങ്ങൾ അപ്പടി ഇങ്ങനെ വിവർത്തനം ചെയ്താലേ മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഖുർആൻ്റെ രീതി. അങ്ങനെയാണ്. അപ്പോൾ ഒരു ആശയം 2, 3, 4 ഒക്കെ സൂക്തങ്ങൾ സമന്വയിപ്പിച്ചിട്ട് അതിൻ്റെ ആശയം എഴുതാൻ നമ്മൾ ചെയ്തു. പിന്നെ അതിന് വിശദീകരണങ്ങൾ ആവശ്യമുണ്ടാകുമ്പോൾ ലഘുവായി അത് കൊടുക്കും. പൂർണ്ണമായി വിശദീകരണം കൊടുക്കാൻ ഒറ്റവാളത്തിൽ കഴിയില്ല. അതാണ് ഈ ഒറ്റവാളി നമ്മൾ 860 പേജുകളുണ്ട്. അത് അതിൻ്റെ സ്ഥൂലത കുറക്കാൻ, ആളുകൾക്ക് സുഗമമായി കയ്യിൽ കൊണ്ടു നടക്കാനും സൂട്ട് കേസിലൊക്കെ വെച്ച് നടക്കാനൊക്കെ വേണ്ടി ഏറ്റവും കട്ടി കുറഞ്ഞ കടലാസ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുവരെ അടിച്ച എല്ലാ വാള്യങ്ങളും ലക്കങ്ങളും എല്ലാ എഡിഷനുകളും അങ്ങനെ. അതോടൊപ്പം തന്നെ മറ്റു പല ഖുർആൻ പരിഭാഷകൾ എടുത്തു നോക്കിയാൽ അതിൽ കുറേ ഗ്യാപ്പുകൾ കാണും, ഒഴിഞ്ഞ സ്ഥലങ്ങൾ. നമ്മളെ പരിഭാഷയിൽ ഉണ്ടാവില്ല. പരമാവധി എല്ലാ സ്ഥലവും ഫില്ല. പിന്നെ തിരക്കിനിടയിൽ എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ദാറുൽ ഞാൻ സുബൈൻ്റെ ജമാഅത്തിന് വരുമായിരുന്നു. അപ്പോൾ കുറച്ച് കാലമായിട്ട് കാലിന് വേദന ആയതുകൊണ്ട് ജമാഅത്തിന് പള്ളിയിൽ പോകില്ല. ഒരു ഇമാമിനെ റൂമിലേക്ക് വിളിച്ചിട്ട് അവിടെ നിസ്കരിക്കല. അങ്ങനെ സുബൈ നിസ്കരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പള്ളിയുടെയും എൻ്റെ വീടിൻ്റെ ഇടയിലാണ് ഫാത്തിമ സഹറ ഇസ്ലാമിക് വിമൻസ് കോളേജ്, പെൺകുട്ടികളുടെ കോളേജ്.
അപ്പോൾ അവിടെ കടന്നാൽ മുമ്പാകത്ത് ആണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പുറത്തേക്ക് ആണുങ്ങൾക്ക് പ്രവേശനം. അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി. ആ പുരുഷ പ്രവേശനമുള്ള സ്ഥലത്ത് എനിക്കൊരു റൂം അറേഞ്ച് ചെയ്തിട്ട് അവിടെ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ ഇരുന്നിട്ട് എഴുതും. സ്പെയിൻ സ്കെച്ച് ഉടനെ. അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകും. അങ്ങനെ അൽഹംദുലില്ലാഹ് 9 കൊല്ലം കൊണ്ടാണ് ഖുർആൻ പരിഭാഷയും അതിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ഈ ഗ്രന്ഥം തയ്യാറായത്. സമയം കുറേ അധികമാണ് നമ്മളെ കണക്കിൽ. അധികമാവാൻ കാരണം ഇപ്പോൾ അവസാനത്തെ 5 ജുസിൽ ഒരു ആയത്ത് വന്നാൽ തത്തുല്യമാരായത്ത് 1-ാം ജുസിൽ, അതായത് അൽ-ബഖറയിൽ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇതിൽ രേഖപ്പെടുത്തും. ഇതിനോട് തുല്യമായ ഒരു സൂക്തം ഇന്ന ജുസിൽ ഇന്ന സൂറത്തിൽ വന്നിട്ടുണ്ട്. ഉദാഹരണം, അങ്ങനെ ഖുർആനിൽ ഒരേ ആശയം അല്ലെങ്കിൽ ഒരേ പ്രതിപാദനം, ഒരേ വിഷയത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അത് വായിച്ച് പഠിച്ച ആൾക്കാർക്ക് അറിയാം. പരസ്പരം അത് കണക്ട് ചെയ്താൽ പാരായകന് വലിയ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും. പിന്നെ ഖുർആൻ സൂക്തങ്ങളുടെ അവതരണ പശ്ചാത്തലം, സബബുൻ നുസൂൽ, അത് മനസ്സിലാക്കുന്നത് ഖുർആൻ മനസ്സിലാക്കാൻ കൂടുതൽ സഹായകമാവും. അങ്ങനെയാണ് അനുഭവം. മഹാന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ആയത്ത് ഇന്ന പശ്ചാത്തലത്തിലാണ് ഇറങ്ങിയത്, അവതരിച്ചത്. പിന്നെ ആധുനിക ശാസ്ത്രത്തിൻ്റെ പരാമർശങ്ങളും ഖുർആനിക സിദ്ധാന്തങ്ങളുമായുള്ള ഒരു കമ്പാരിഷൻ, താരതമ്യ പഠനം, അതും പല സ്ഥലങ്ങളിലും ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഖുർആൻ പരിഭാഷ വളരെ വലിയൊരു ആവശ്യമാണ് എന്ന് എൻ്റെ ഏകദേശം ബാല്യം, കൗമാരം മുതലേ വളരെ വലിയൊരു ആവശ്യമായി ഞാൻ മനസ്സിലാക്കി. അതേസമയം അന്ന് ഖുർആൻ പരിഭാഷ ആകാമോ ഇല്ലേ എന്ന് തർക്കം നടക്കുന്ന കാലം. ആ ഒരു പശ്ചാത്തലത്തിലാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ സമ്പൂർണ്ണ ഖുർആൻ പരിഭാഷ തയ്യാറാക്കിയ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അവറുകളുമായി, ഉസ്താദുമായി നവറല്ലാഹു മർഖദ, ഞാൻ അടുത്തിടപഴകാൻ സന്ദർഭം വരും. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വന്തം ശ്രമമായി ഒരു ഖുർആൻ പരിഭാഷ കാരണമായതിലേക്ക് പോയാൽ വളരെ സഹതാപാർഹമായ സങ്കടകരമായ ധാരാളം അനുഭവങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. എഴുതലും അദ്ദേഹം തന്നെയാണ്. അത് പിന്നെ പ്രസ്സിൽ, പൊന്നാനിയിലെ പ്രസ്സിൽ ആദ്യം അടിച്ച് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കലും അദ്ദേഹം തന്നെ. ബസ്സിന് പോയിട്ട് കൊണ്ടേ കൊടുക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഇന്നപ്പോഴാകുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പ്രൂഫ് നോക്കാനും പോകലും മുമ്പിൽ തന്നെ. അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞിട്ട് ആ പ്രൂഫ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് നോക്കും. അപ്പോഴേക്ക് ബാക്കി ഭാഗം എഴുതണം. അത് മുമ്പിൽ തന്നെ ചെയ്തിരുന്നു. ഈ എഴുതിയ ഭാഗം പിന്നെ പ്രസ്സിൽ വീണ്ടും കൊണ്ടു കൊടുക്കണം. ഇങ്ങനെ 2.5 ജുസ് വീതമുള്ള ചെറുവാലങ്ങളാണ് ആദ്യം ഇറങ്ങിയത്. സുന്നി പബ്ലിക്കേഷൻ സെൻറ്റർ പുറത്തിറക്കിയ വാള്യങ്ങൾ 7.5 ജുസുള്ള, ഓരോന്നും 7.5 ജുസ്. അദ്ദേഹം ഇറക്കിയപ്പോൾ 2.5 ജുസ്. അപ്പോൾ 2.5, 5 + 2.5 7. ഈ 7 ജുസും പ്രസിദ്ധീകൃതമായത് ഈ കോലത്തിലാണ്. പിന്നെ ആ ഗ്രന്ഥം തയ്യാറായി പുറത്തിറങ്ങിയാലോ അത് അനുവാചകരുടെ കയ്യിൽ എത്തിക്കണമല്ലോ. അപ്പോഴല്ലേ പിന്നെ ഇതിന് ചിലവാക്കിയ പൈസയൊക്കെ മുതലാവുള്ളൂ. അദ്ദേഹത്തിന് സമ്പന്നനൊന്നുമല്ല. അത് ചിലവാക്കലെങ്ങനെ? അതിനേക്കാൾ ത്യാഗപൂർണമായ അതിഭഗീരഥ ശ്രമങ്ങൾ നടത്തി. തൻ്റെ സ്വന്തം പരിചയക്കാരായ ഉസ്താദന്മാർ ദർസ് നടത്തുന്ന സ്ഥലങ്ങളൊക്കെ ലിസ്റ്റാക്കി. എന്നിട്ട് ആ ദർസിൻ്റെ അല്ലെങ്കിൽ ആ മഹല്ലത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ, അവിടുത്തെ ജനങ്ങളുടെ പാരായണ സ്വഭാവം തുടങ്ങിയൊക്കെ മൂപ്പര് വിലയിരുത്തിയിട്ട് 10 കോപ്പി ഉദാഹരണം ഇടക്കൊളുത്ത് ഹൈദർസ്വലിരുത്ത് കൊണ്ടു കൊടുക്കുക തീരുമാനിക്കും. ഉദാഹരണം ആ 10 കോപ്പി അല്ലെങ്കിൽ 20 കോപ്പി അത് അദ്ദേഹം തന്നെ കൊണ്ടെടുക്കുക. ബസ്സിൽ, കാറിലല്ല. കാറിൽ യാത്ര ചെയ്യാനൊന്നും കഴിയില്ല. 50-ലധികം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഏർപ്പാടൊക്കെ നടക്കുന്നത്. അപ്പോൾ 20 കോപ്പിയാണെങ്കിൽ ഉദാഹരണം 2 കെട്ടാക്കും. ഒന്ന് ഇടത്തെ കയ്യിലും ഒന്ന് വലത്തെ കയ്യിലും എടുത്തിട്ട് വീട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോകും. എന്നിട്ട് ബസ് കയറ്റി വെക്കും. പിന്നെ എടക്കുളത്ത് ചെന്ന് ഇറങ്ങും. എടക്കുളത്ത് നിന്ന് പള്ളിയിലേക്ക് ഒരു 60-70 മീറ്റർ ഉണ്ട്. അത് മുമ്പിൽ തന്നെ കൈ പിടിക്കും.
ഈ കയ്യിൽ പിടിച്ചു കൊണ്ടുവരുന്ന അതീവ ദയനീയമായ രംഗം എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. വൃദ്ധനാ, വയസ്സായതിൻ്റെ ശേഷമാണ് കൊണ്ടുപോയെല്ലാം എന്താ കാട്ടുക, സഹായിക്കാൻ ഒരു വേറെ ആരുമില്ല. കുട്ടികളൊക്കെ വേറെന്തൊക്കെ ജോലിയും അവിടെയും ഇവിടെയൊക്കെ. ഇത് കണ്ട് ഉസ്താദിനോട് വന്നിട്ട് CH ഐദറുസ് ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ ഉസ്താദിനോട് വന്ന് ഈ കഥയൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ആശയം എൻ്റെ മനസ്സിലുണ്ട്. വിശുദ്ധ ഖുർആൻ പരിഭാഷ സാർവത്രികമാക്കണം, അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യണം. അങ്ങനെയാണ് 1982 ലക്നൌവിൽ നിന്ന് വന്നപ്പോൾ, അവിടുത്തെ പഠനം കഴിഞ്ഞ് പൂർത്തിയാക്കി വന്നപ്പോൾ ഖുർആൻ പരിഭാഷ പ്രസിദ്ധീകരിക്കുന്ന സുന്നി പബ്ലിക്കേഷൻ സെൻറ്ററിൽ ഞാൻ ജോലി ഏറ്റെടുത്തു. അങ്ങനെ പബ്ലിക്കേഷൻ സെൻറ്ററിൽ ജോലി ഏറ്റെടുക്കാനുള്ള താല്പര്യമുള്ള ആയിരുന്നില്ല ഞാൻ. ഈ മിസ്കീനെ വിചാരിച്ചിട്ട് അത് പരമാവധി നന്നാക്കി കൂടുതൽ വിപുലമാക്കി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏത് ശ്രമത്തിലും അണ്ണാറക്കണ്ണനായ ഞാൻ തന്നാലായത് ചെയ്യണം എന്ന ഒരു അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് ഇന്നും അത് പ്രചാരത്തിലുണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1980 ആദ്യം പുറത്തിറങ്ങിയത്. 1985 അവസാന വാള്യം അന്ന് പ്രസിദ്ധീകൃതമായത്. പിന്നെ വിവിധ എഡിഷനുകൾ വന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു കഥ പറയൽ മാത്രമല്ല, വിജ്ഞാന സേവനത്തിൽ നിങ്ങളും ഇങ്ങനെയുള്ള കഠിനാധ്വാനങ്ങൾ, തീവ്ര ശ്രമങ്ങൾ നടത്തണം. വിജ്ഞാനമാണ് മനുഷ്യനെ സംസ്കാര സമ്പന്നനാകും. നമ്മൾ ബംഗാളിൽ ആസാമിലൊക്കെ ദാറുൽ ഹുദയുടെ ഓഫ് ക്യാമ്പസുകൾ ഉണ്ടാക്കുമ്പോൾ അത് സംബന്ധിച്ച സംസാരങ്ങൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഡൽഹിയിൽ, ബംഗാളിൽ ഇസ്ലാമിൻ്റെ വലിയ പുരാതന പ്രതാപങ്ങളുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. 2 ബംഗാൾ ഒന്നായിരുന്നു 1905 വരെ. പിന്നെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ, നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഇന്ത്യയിൽ വന്നു. മറ്റേ പിന്നെ പാകിസ്ഥാൻ്റെ കൂടെ. ഇവിടൊക്കെ വലിയ 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 പണ്ഡിതന്മാരുണ്ടായിരുന്നു, ഭരണാധികാരികളുണ്ടായിരുന്നു, ഇസ്ലാമിൻ്റെ അന്തസ്സാർന്ന ഒരുപാട് സ്മാരകങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ചുരുക്കം. പക്ഷേ ഫാത്തിഹ അറിയുന്ന ആളുകൾ ഇല്ല. വളരെ ചെറിയ ശതമാനം, വളരെ ചെറിയ ശതമാനം എന്ന് പറഞ്ഞാൽ 20-ൽ താഴെ, 15-ൽ താഴെ, 10-ൽ താഴെ. പറഞ്ഞു വന്നത്, അവിടെ അവർക്ക് ഖുർആനും ഇസ്ലാമും അത് സംബന്ധിച്ച വിജ്ഞാനങ്ങൾ കൈമാറാനുള്ള സംരംഭങ്ങൾ നമ്മൾ എളിയ തോതിലേ തുടങ്ങിയിട്ടുള്ളൂ എങ്കിലും ഗണ്യമായ മാറ്റങ്ങളുണ്ടായി. അതിപ്പോൾ വിശദീകരിക്കണമെങ്കിൽ സമയമില്ലാത്ത. അവിടെ സമുദായത്തോട് പറഞ്ഞ് സമുദായത്തിൻ്റെ അടുത്ത് നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിക വാങ്ങി നമ്മളവിടെ സൗജന്യ വിദ്യാഭ്യാസം നൽകുകയാണ് അവർക്കൊക്കെ. ഓരോ സ്ഥലത്തും 5 കോടി, 6 കോടി, 8 കോടിയൊക്കെ ഉറുപ്പിക ചെലവഴിച്ച് നല്ല സൗകര്യപ്രദമായ സംവിധാനങ്ങൾ ചെയ്യുന്നു കുട്ടികൾക്ക് പഠിക്കാൻ, സൗജന്യ വിദ്യാഭ്യാസം. ചിലയിടത്തൊക്കെ ആണെങ്കിൽ വേറെ, പെണ്ണുങ്ങൾക്ക് വേറെ. ഇപ്പോൾ ബംഗാൾ ഉദ്ഘാടനം ചെയ്തില്ല 2 മാസം മുമ്പ് വനിതാ ക്യാമ്പസ്. ഏകദേശം 8 കോടി ഉറുപ്പിക ആ വനിതകളുടെ പിന്നെ ഹോസ്റ്റൽ ബില്ലിങ്ങിന് മാത്രം ചിലവായി. 93 റൂമുകളുള്ള വനിതകൾക്ക് വേണ്ടിയുള്ള ബിൽഡിംഗ് ആസാമിലുണ്ട്. ആസാമിൽ തൈലീമെ ബാലിഗാൻ എന്ന ഓഫീസിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ കീഴിൽ, തൈലീമെ ബാലിഗാൻ എന്നാണ് മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസം. മുതിർന്നവർക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസവും ആനുകാലിക വിദ്യാഭ്യാസമൊക്കെ അവർക്ക് നൽകുന്നുണ്ട്. 30, 50, 70, 80, 80 വയസ്സുള്ള സ്ത്രീകൾ, വല്യന്മാർ വരെ അവിടെ വരുന്നു. ഇടത്തെ കയ്യിൽ വടിയും വലത്തെ കയ്യിൽ ഖുർആനും ഇസ്ലാമും പഠിക്കാൻ വരുന്ന വയോവൃദ്ധകൾ. അവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. അവർ ഫാത്തിഹയും ചെറിയ സൂറത്തൊക്കെ പഠിച്ചു, അത്തയ്യാത്ത് പഠിച്ചു. വലിയ മാറ്റങ്ങൾ ദൃശ്യമായെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ചെയ്താൽ അതിൻ്റെ ഗുണഫലങ്ങൾ. അതുകൊണ്ടാണ് ഇൽമ കൈമാറുക എന്നത്, അറിവ് കൈമാറുക എന്നത് ഏറ്റവും വലിയ പുണ്യകൃത്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു.
ഇൽമ് കൈമാറി നന്നാക്കി ഒരു മനുഷ്യൻ നന്നായാൽ ദുനിയാവ് മുഴുവൻ നന്നാക്കുന്നതിനേക്കാൾ നിനക്ക് പുണ്യമാണത് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചു. അതൊക്കെ നിങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. ലാ യഹ്ദി അല്ലാഹു ബിക റജുൽ. ഇന്നങ്ങനെ തന്നെ ആന്ധ്രയിൽ നമ്മൾ 2009 തുടങ്ങി. 2021 അവിടുത്തെ ആദ്യ ബാച്ച് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. ധാരാളം വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ, സാംസ്കാരിക സേവനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2012 വെസ്റ്റ് ബംഗാളിൽ തുടങ്ങിയത്. 2024 അവർ പുറത്തിറങ്ങി 12 കൊല്ലത്തെ പഠനം പൂർത്തിയാക്കിയിട്ട്. ഇനി അടുത്ത കൊല്ലം ആസാമിൽ നിന്ന് ഇറങ്ങും, പിന്നെ കർണാടകയിൽ നിന്ന് ഇറങ്ങും, മഹാരാഷ്ട്രയിൽ നിന്ന് ഇറങ്ങും. കാരണം അവരെ ഭാഷക്കാരായി പുറത്തിറങ്ങുന്നവർ. അവർ മറാഠി സംസാരിക്കുന്ന ബോംബെക്കാർ അല്ലെങ്കിൽ മഹാരാഷ്ട്രക്കാർ, ഈ കുട്ടികളും മറാഠിയിലാണ് പറഞ്ഞ് സംസാരിച്ചു കൊടുക്കുന്നത്. കർണാടകയിലെ ഹാങ്കലില്ല, ഹാവേരി ജില്ലയിലെ ഹാങ്കലിലാണ് നമ്മുടെ സ്ഥാപനം. കർണാടകയിൽ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു വശ്യത അവർക്കുണ്ടാകും, ആകർഷകത്വം ഉണ്ടാകും, കേൾക്കാൻ താല്പര്യമുണ്ടാകും. അപ്പം ഞാൻ ഇത് പറയുന്നത്, നിങ്ങൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ മഹാഭൂരിഭാഗം ഹുദവികളാണ്. അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം 4 ഭാഷകൾ നിങ്ങൾക്കറിയാം. എഴുതാനും പ്രസംഗിക്കാനും നിങ്ങൾക്ക് വശമുണ്ട്, പരിശീലനം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, സന്മാർഗ പ്രാപ്തിക്ക് വേണ്ടി എഴുതാനും പ്രസംഗിക്കാനും രചനക്കും ഖുർആൻ പരിഭാഷ അല്ലെങ്കിൽ ഹദീസ് പരിഭാഷ, മറ്റ് ഗ്രന്ഥങ്ങളുടെ പരിഭാഷ, ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കണം. അതിൻ്റെ ഗുണഫലങ്ങൾ ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള നമ്മുടെ അധ്യാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയൊക്കെ സൽപ്രവർത്തനങ്ങൾ തുടരാൻ നമുക്കൊക്കെ അവസരങ്ങൾ സൃഷ്ടിച്ചു തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.